ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. ഹോം വോട്ടിംഗ് പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കമായി. വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രം. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. ഡിജിറ്റൽ രീതിയിൽ 2 ഘട്ടങ്ങളായാണ് സെൻസസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. രാജ്യത്ത് രാസവള ശേഖരം മതിയായ അളവിലുണ്ടെന്ന് കേന്ദ്ര രാസവള വകുപ്പ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. LDFന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. UDFനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. NDAയ്ക്കായി BJP നേതാവ് ഖുഷ്ബു സുന്ദർ ഇന്ന് ഹരിപ്പാട്, കുന്നത്തൂർ തുടങ്ങി വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. 3 മുന്നണികളിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. 85 വയസ്സിന് മുകളിൽ പ്രായമായവർ, ഭിന്നശേഷിക്കാർ, കിടപ്പു രോഗികൾ എന്നിവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹോം വോട്ടിംഗിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക മൊബൈൽ പോളിംഗ് ടീമിന്റെ മേൽനോട്ടത്തിലാണ് നടപടികൾ. 2 ലക്ഷത്തിന് മുകളിൽ വോട്ടർമാർ സംസ്ഥാനത്ത് ഹോം വോട്ടിംഗ് സൌകര്യം പ്രയോജനപ്പെടുത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കായി പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ പട്ടികയും സമയക്രമവും പ്രസിദ്ധീകരിച്ചു. ഫയർഫോഴ്സ്, എക്സൈസ്, KSEB, KSRTC, വാട്ടർ അതോറിറ്റി, റെയിൽവേ, BSNL, മാധ്യമപ്രവർത്തകർ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്ത വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ഈ സൌകര്യം ലഭിക്കുക. നാളെ മുതൽ ഏപ്രിൽ 6 വരെ വോട്ടിംഗ് കേന്ദ്രത്തിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തുകളിലെത്തുന്ന യുവതയ്ക്ക് മധുര സമ്മാനമായി ഹൽവ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് സ്വീറ്റൻഡ് കേരള പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ഹൽവ വിതരണം. തെരഞ്ഞെടുക്കപ്പെട്ട പോളിംഗ് ബൂത്തുകളിലായിരിക്കും ഇത് നടപ്പിലാക്കുക. ആദ്യമായി വോട്ട് ചെയ്യാനെത്തുന്നവരെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും മധുരം കൈമാറുക. നിലവാരമുള്ള ഹൽവ പാക്കറ്റുകൾ ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോഴിക്കോട് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. മണ്ഡല പര്യടനവും ഭവന സന്ദർശനവും റോഡ് ഷോകളുമായി നിറഞ്ഞു നിൽക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. തെരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോകളും ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. UDF പ്രചാരണത്തിനായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ തുടങ്ങിയവർ ഇതിനകം പ്രചാരണത്തിനെത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ നാദാപുരം, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ ഇന്ന് വിവിധ പരിപാടികൾ സംബന്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച കോഴിക്കോട് ബീച്ചിൽ റാലിയിൽ സംബന്ധിക്കുന്നുണ്ട്. NDAയ്ക്കായി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ശോഭ കരന്തൽജെ എന്നിവർ കുന്നമംഗലം, ബേപ്പൂർ, നോർത്ത് മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. നാളെ ഖുഷ്ബു സുന്ദർ നോർത്തിൽ റോഡ് ഷോയിൽ സംബന്ധിക്കും. കാസർഗോഡ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. ആകെ 5 നിയമസഭാ മണ്ഡലങ്ങളുള്ള കാസർഗോഡ് ജില്ലയിൽ ഓരോ മണ്ഡലവും വ്യത്യസ്ത രാഷ്ട്രീയ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. നിലവിൽ LDFന് 3 സീറ്റുകളും UDFന് 2 സീറ്റുകളും ഉള്ള സാഹചര്യത്തിൽ ഇത്തവണ NDAയും ശക്തമായ മുന്നേറ്റം ലക്ഷ്യമിടുന്നു. യുവജനങ്ങളും കന്നി വോട്ടർമാരും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറുന്നു. കാസർഗോഡ് ജില്ലയിൽ 5 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി പൂർണ്ണമായും ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ 5 ബൂത്തുകളുടെ പൂർണ്ണ നിയന്ത്രണം വനിതകൾക്കായിരിക്കും. 2027 ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടപ്പാക്കുക. രാജ്യത്തെ 16ാമത് സെൻസസും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസുമാണിത്. ഡിജിറ്റൽ രീതിയിലായിരിക്കും സെൻസസ് നടപ്പാക്കുക. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള വിവരശേഖരണത്തിന് പുറമെ പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ നൽകാനുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടികപ്പെടുത്തലും സ്വയം പേര് ചേർക്കലും നടക്കും. ജാതി സെൻസസ് 2ാം ഘട്ടത്തിലായിരിക്കും നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര സായുധ പോലീസ് സേന ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചു. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ശബ്ദ വോട്ടോടെ പാസാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഇന്ധനവില ഉയരാതിരിക്കാൻ നടപടി സ്വീകരിച്ചതായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള LPG വിതരണവും ഗതാഗത ആവശ്യങ്ങൾക്കുള്ള CNG വിതരണവും 100% ഉറപ്പാക്കിയതായും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. हमारी रिफाइनरीज नॉर्मल ऑपरेशन पर हैं और क्रूड इन्वेंट्रीज एडिक्वेट हैं. कुछ रिटेल आउटलेट्स पर नॉर्मल ऑपरेशन है, परंतु कुछ रिटेल आउटलेट्स पर पैनिक बाइंग भी ऑब्जर्व की जा रही है. इस संबंध में मैं ये बताना चाहूंगी देशवासियों को कि पेट्रोल और डीजल हमारे पास पर्याप्त मात्रा में उपलब्ध है. രാജ്യത്ത് രാസവള ശേഖരം മതിയായ അളവിലുണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര രാസവള വകുപ്പ്. രാജ്യത്തെ യൂറിയ ഉൽപാദന കേന്ദ്രങ്ങൾ 80% ശേഷിയിൽ പ്രവർത്തിക്കുന്നതായും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ രാസവള വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വ്യക്തമാക്കി. സംസ്ഥാനത്ത് LPG, PNG, സിറ്റി ഗ്യാസ്, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണം നിരീക്ഷിക്കുന്നതിനായി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന LPG വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും 1800-4250-2990 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ആർട്ടമിസ് 2 ദൌത്യത്തിനായുള്ള അന്തിമ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി നാസ. ഏപ്രിൽ 1 കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ആർട്ടമിസ് 2 വിക്ഷേപണം. നാസയുടെ ആർട്ടമിസ് പ്രോഗ്രാമിലെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൌത്യമാണിത്. ചന്ദ്രന് ചുറ്റുമുള്ള 10 ദിവസത്തെ യാത്രയിൽ 4 ബഹിരാകാശ യാത്രികരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് SSLC പരീക്ഷ പൂർത്തിയായി. ബയോളജിയായിരുന്നു അവസാന പരീക്ഷ. ഈ മാസം 5-നാണ് SSLC പരീക്ഷ ആരംഭിച്ചത്. നിർണായകമായ നീണ്ട പരീക്ഷക്കാലം കഴിഞ്ഞതിന്റെ ആഹ്ലാദവുമായാണ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ നിന്നിറങ്ങിയത്. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഏപ്രിൽ 1 മുതൽ 14 വരെ സംഘടിപ്പിക്കും. സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ഒഴികെയുള്ള വിൽപ്പനശാലകളാണ് ഈസ്റ്റർ വിഷു ഫെയറുകളായി മാറുന്നത്. വിഷു കൈനീട്ടം, 16 അവശ്യ സാധനങ്ങളടങ്ങിയ വിഷുക്കണി, പ്രത്യേക കിറ്റ് എന്നിവ സപ്ലൈകോ വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 13-ാം ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 82 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ രാജസ്ഥാൻ ചെന്നൈയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത നഷ്ടം. സെൻസെക്സ് 1635 പോയിന്റ് താഴ്ന്ന് 71,947-ലും നിഫ്റ്റി 488 പോയിന്റ് കുറഞ്ഞ് 22,331-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 1,08,720 രൂപയും ഗ്രാമിന് 13,590 രൂപയുമാണ് ഇന്നത്തെ വില. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകി വരുന്നതായി എംബസി അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം 1 മാസം പിന്നിടുമ്പോൾ മേഖലയിൽ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഇറാന്റെ അധീനതയിലുള്ള ഖാർഗ് ദ്വീപിലെ എണ്ണ ടെർമിനൽ പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. ഹോം വോട്ടിംഗ് പ്രക്രിയയ്ക്ക് ഇന്ന് തുടക്കമായി. വോട്ടെടുപ്പിന് ഇനി 10 ദിവസം മാത്രം. 2027 ജനസംഖ്യ കണക്കെടുപ്പ് രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. ഡിജിറ്റൽ രീതിയിൽ 2 ഘട്ടങ്ങളായാണ് സെൻസസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗാർഹിക, LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. രാജ്യത്ത് രാസവള ശേഖരം മതിയായ അളവിലുണ്ടെന്ന് കേന്ദ്ര രാസവള വകുപ്പ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.